ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതും റിലീസ് ചെയ്യാൻ പോകുന്നതുമായ മൂവികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റത്തെ അപ്ഡേറ്റ് ആഭ്യന്തര കുറ്റവാളി എന്ന മൂവിയുമായി ബന്ധപ്പെട്ടതാണ്. ആസിഫ് അലി, തുളസി, ജഗദീഷ്, ഹരിശ്രീ അശോകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ സേതുനാഥ് പത്മകുമാർ രചനയും സംവിധാനവും നിർവഹിച്ച സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി. ഇത് ഒരു കോമഡി മൂവിയാണ്. ആമസോൺ പ്രൈമാണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഇതിൻ്റെ റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഈ മാസം ലാസ്റ്റ് വീക്ക് ആയിരിക്കും ഇതിൻ്റെ OTT റിലീസ്. അടുത്തത് ഗെറ്റ് സെറ്റ് ബേബി എന്ന മൂവിയാണ്. ഉണ്ണി മുകുന്ദൻ, നിഖില വിമൽ, ചെമ്പൻ വിനോദ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്ത സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. ഇതൊരു ഫാമിലി കോമഡി മൂവിയാണ്. ചിത്രം ബോക്സ് ഓഫീസിൽ ശരാശരി വിജയം നേടുകയും ചെയ്തു. മനോരമ മാക്സ് ആണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സെപ്റ്റംബർ മാസം റിലീസ് ഉണ്ടാവുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. മലയാളം മൂവിയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. കല്യാണി പ്രിയദർശൻ, നസ്ലിൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ദുൽഖർ സൽമാൻ ബാനറായ വേഫറർ ഫിലിംസ് നിർമ്മിച്ച് ഡൊമിനിക് കരുൺ സംവിധാനം ചെയ്ത ഒരു സൂപ്പർ ഹീറോ ചിത്രമാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സെപ്റ്റംബർ മാസം റിലീസ് ചെയ്യുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് ഒരു മലയാളം മൂവിയാണ് ഹൃദയപൂർവ്വം. മോഹൻലാൽ, മാളവിക മോഹനൻ, സംഗീത് പ്രതാപ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സോനു ടിപിയുടെ തിരക്കഥയിൽ സത്യനന്ദിക്കാൾ സംവിധാനം ചെയ്തൊരു റൊമാൻറ്റിക് കോമഡി മൂവിയാണ് ഹൃദയപൂർവ്വം. സെപ്റ്റംബർ മാസം റിലീസ് ചെയ്യുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് ഒരു മലയാളം മൂവിയാണ് സർക്കിട്ട്. ആസിഫ് അലി, ദിവ്യപ്രഭ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി തമർ KV രചനയും സംവിധാനവും നിർവഹിച്ച ഒരു മ്യൂസിക്കൽ കോമഡി ചിത്രമാണ് സർക്കിട്ട്. മനോരമ മാക്സ് വഴി ഉടൻ OTTയിൽ ലഭ്യമാകുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു മലയാളം മൂവിയാണ് ID ദ ഫേക്ക്. ധ്യാൻ ശ്രീനിവാസൻ, ദിവ്യ പിള്ളൈ, ഇന്ദ്രൻസ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അരുൺ ശിവവിലാസം രചനയും സംവിധാനവും നിർവഹിച്ച സിനിമയാണ് ID ദ ഫേക്ക്. ഇതൊരു ത്രില്ലർ മൂവിയാണ്. സൈന പ്ലേ ആണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സെപ്റ്റംബർ മാസമായിരിക്കും ഇതിൻ്റെ റിലീസ്. അടുത്തൊരു മലയാളം മൂവിയാണ് മീശ. തമിഴ്നാട് കതിർ, ഷൈം ടോം ചാക്കോ, ഹക്കീം ഷാജഹാൻ, സുധി കോപ്പ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി MC ജോസഫ് രചനയും സംവിധാനം നിർവഹിച്ചൊരു സസ്പെൻസ് ത്രില്ലർ മൂവിയാണ് മീശ. സൺനെക്സ്റ്റ് ആണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സെപ്റ്റംബർ 12 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു മലയാളം മൂവിയാണ് സുമതി വളവ്. അർജുന അശോകൻ, ഗോകുൽ സുരേഷ്, സൈജു കുറുപ്പ്, ബാലു വർഗീസ്, മാളവിക മനോജ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത കോമഡി ഹൊറർ മൂവിയാണ് സുമതി വളവ്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ജിയോ ഹോട്ട്സ്റ്റാർ എടുക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. സെപ്റ്റംബർ മാസം ഇതിന്റെ OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. അടുത്ത മൂവി ബസൂക്ക. മമ്മൂട്ടി, ഗൗതം മേനോൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഡിനോ ഡെന്നിസ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് ബസൂക്ക. ഇതൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. പ്രേക്ഷകരിൽ നിന്നും ഒരു ആവറേജ് റെസ്പോൺസ് ആണ് സിനിമയ്ക്ക് ലഭിച്ചത്. C5 ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സർപ്രൈസായി റിലീസ് ഉണ്ടാവുമെന്നാണ് പുതിയ റിപ്പോർട്ട്. അടുത്തത് ഒരു മലയാളം മൂവിയാണ് ഫുട്ടേജ്. മഞ്ജു വാര്യർ, വിശാഖ് നായർ, ഗായത്രി അശോക് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സൈജു ശ്രീധരൻ സംവിധാനം ചെയ്ത സിനിമയാണ് ഫുട്ടേജ്. ഇതൊരു സസ്പെൻസ് ത്രില്ലർ മൂവിയാണ്. സിനിമയ്ക്ക് നല്ല റെസ്പോൺസാണ് തിയേറ്ററിൽ നിന്നും ലഭിച്ചത്. സൺനെക്സ്റ്റിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു മലയാളം മൂവിയാണ് ഡൊമിനിക്. മമ്മൂട്ടിയെ നായകനാക്കി ഗൗതം വാസുദേവനാണ് സംവിധാനം ചെയ്ത ഒരു മിസ്റ്ററി കോമഡി ത്രില്ലർ മൂവിയാണ് ഡൊമിനിക്. ഇതിൻ്റെ നിർമ്മാണം മമ്മൂട്ടി കമ്പനിയാണ്. ഇതിൽ മമ്മൂട്ടിയെ കൂടാതെ ഗോകുൽ സുരേഷ്, സിദ്ദിഖ്, വിനീത്, വിജയ് ബാബു എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്നു. ആമസോൺ പ്രൈമാണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സെപ്റ്റംബർ മാസം റിലീസ് ഉണ്ടാവുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു തെലുങ്ക് മൂവിയാണ് ബഗാസുര റെസ്റ്റോറൻറ്റ്. SJ ശിവയുടെ സംവിധാനത്തിൽ ഹർഷയെ കേന്ദ്ര കഥാപാത്രമായി നിർമ്മിച്ച ഒരു കോമഡി ഹൊറർ മൂവിയാണ് ബഗാസുര റെസ്റ്റോറൻറ്റ്. സെപ്റ്റംബർ 12 സൺനെക്സ്റ്റിലൂടെ ഇത് OTTയിൽ സ്ട്രീം ചെയ്യും. അടുത്തത് ഒരു തെലുങ്ക് മൂവി പരധ. അനുപമ പരമേശ്വരൻ, ദർശന രാജേന്ദ്രൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രവീൺ കാന്ത്രകുലെ സംവിധാനം ചെയ്ത ഒരു കോമഡി ഡ്രാമ ചിത്രമാണ് പരധ. ആമസോൺ പ്രൈം വീഡിയോ വഴി ചിത്രം സെപ്റ്റംബർ 19 OTTയിൽ റിലീസ് ചെയ്യും. അടുത്തതൊരു കന്നഡ മൂവിയാണ് സൂ ഫ്രം സോ. കന്നഡ നടനും സംവിധായകനുമായ രാജ്വീർ ഷെട്ടിയുടെ പുതിയ ചിത്രമായ സൂ ഫ്രം സോ 100 കോടി ക്ലബിൽ ഇടം നേടിയ ചിത്രമാണ്. ഇതിന്റെ ബഡ്ജറ്റ് വെറും 5 കോടി മാത്രമാണ്. ഇതൊരു കോമഡി ചിത്രമാണ്. ആദ്യാവസാനം വരെ പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിക്കുന്ന ചിത്രത്തിന്റെ മലയാളം പതിപ്പ് ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് ആണ് കേരളത്തിൽ പ്രദർശനത്തിന് എത്തിച്ചത്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സെപ്റ്റംബർ 9 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു ഹിന്ദി സീരീസ് ആണ് ദ ട്രയൽ സീസൺ 2. കാജോളിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഉമേഷ് വിസ്റ്റ് സംവിധാനം ചെയ്ത ഒരു ലീഗൽ ഡ്രാമ സീരീസ് ആണ് ദ ട്രയൽ സീസൺ 2. സെപ്റ്റംബർ 19 മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു തമിഴ് മൂവിയാണ് സറണ്ടർ. ദർശൻ, ത്യാഗരാജ്, ലാൽ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഗൗതം ഗണപതി സംവിധാനം ചെയ്ത ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ് സറണ്ടർ. സൺനെക്സ്റ്റിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു തമിഴ് മൂവിയാണ് കൂലി. സ്വർണ്ണക്കടത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ചിത്രത്തിൽ രജനികാന്ത് ഒരു ഗ്യാങ്സ്റ്റർ വേഷത്തിലാണ് എത്തുന്നതാണ് വിവരം. ചിത്രത്തിൽ ദേവ എന്ന കഥാപാത്രത്തെയാണ് രജനികാന്ത് അവതരിപ്പിക്കുന്നത്. മലയാളി താരം സൗബിൻ ഷാഹിറും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു.
അതോടൊപ്പം ബോളിവുഡ് താരം അമീർ ഖാൻ ദഹ എന്ന കഥാപാത്രത്തെയും അവതരിപ്പിക്കുന്നുണ്ട്. ഇവരോടൊപ്പം നാഗാർജുന, ശ്രുതി ഹാസൻ, ഉപേന്ദ്ര, സത്യരാജ് എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങൾ അഭിനയിക്കും. ആമസോൺ പ്രൈമാണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. 120 കോടി രൂപയ്ക്കാണ് ആമസോൺ പ്രൈം OTT റൈറ്റ്സ് നേടിയത്. റിപ്പോർട്ടുകൾ പ്രകാരം സെപ്റ്റംബർ 11 ഇത് OTT റിലീസ് ചെയ്യും.